എനിക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് സർവീസ് ടാക്സ്, അതിൻ്റെ എക്സംഷൻസ് ഒക്കെയാണ്. അപ്പോൾ സർവീസ് ടാക്സ് ഈസ് എ ടാക്സ് ലെവൽഡ് ഓൺ ട്രാൻസാക്ഷൻ ഓഫ് സർട്ടൻ സ്പെസിഫൈഡ് സർവീസ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്ത സർട്ടൻ സർവീസസിൻ്റെ ട്രാൻസാക്ഷനിലാണ് സർവീസ് ടാക്സ് വരിക. അണ്ടർ ദിസ് ഫിനാൻസ് ആക്ട് 1944 ആണ്, ഫിനാൻസ് ആക്ടിലാണ് ഈ സർവീസ് ടാക്സ് ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ് which means normally the service provider pays the tax and recover the amount from recipient of taxable services. അതായത് ഈ സർവീസ് പ്രൊവൈഡർ ആദ്യം ടാക്സ് അടയ്ക്കും, എന്നിട്ട് അത് ഈ റെസിപ്പിയൻസിൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യും. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ. ടാക്സബിൾ സർവീസസ് in case the service provided by a person falls within the scope of a taxable service and if such is not fully exempted, the service tax is payable on the value of the taxable service received സബ്ജക്റ്റ് ടു ദ എലിജിബിൾ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഈ സർവീസ് ഇപ്പോൾ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്യുന്ന സർവീസ് ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ എക്സംപ്ഷൻ സർവീസിലൊന്നും പെടാത്ത സർവീസ് ആണെന്നുണ്ടെങ്കിൽ ഈ സർവീസിൻ്റെ എമൗണ്ടിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. സർവീസ് ടാക്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ കറൻറ്റ് റേറ്റ് 15% ആണ്. അത് ഇൻക്ലൂഡുള്ള എല്ലാ സെസ്സും ഇൻക്ലൂഡ് ചെയ്തുള്ള ചാർജാണ് 15%. അടുത്താണ് എക്സംഷൻ ഫ്രം സർവീസ് ടാക്സ്. സം കേസ് സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ഗ്രാൻഡ് എക്സംഷൻ ഫ്രം സർവീസ് ടാക്സ് അണ്ടർ സെക്ഷൻ 93 ഓഫ് ഫിനാൻഷ്യൽ ആക്ട് 1944. അതായത് ഈ ഫിനാൻസ് ആക്ട് പ്രകാരം ചില ടൈമിൽ എക്സംഷൻ കൊടുക്കും സെൻട്രൽ ഗവൺമെൻറ്. ഇറ്റ് മേ പാർഷ്യൽ ഓർ ടോട്ടൽ സർവീസ് ടാക്സ്, അല്ലെങ്കിൽ കണ്ടീഷണലോ അൺകണ്ടീഷണലോ ആയിട്ടാണ് എക്സംഷൻസ് സാധാരണ കൊടുക്കാറുള്ളത്. ദ എക്സംഷൻസ്, ഏതൊക്കെ എക്സംഷൻസ് എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഒന്ന് സ്മാൾ സർവീസ് പ്രൊവൈഡർ, അതായത് ആനുവൽ ടേൺ ഓവർ 10 ലക്ഷത്തിൽ താഴെയുള്ള സർവീസ് പ്രൊവൈഡേഴ്സിനൊന്നും ടാക്സ് അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എക്സ്പോർട്ട് സർവീസസ് ആണെങ്കിലും സർവീസ് ടു UN ഏജൻസീസ്, സർവീസ് ടു പ്രൊവൈഡർ വിത്തിൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ, സർവീസ് പ്രൊവൈഡർ ബൈ RBI, സർവീസ് പ്രൊവൈഡഡ് ടു ഫോറിൻ ഡിപ്ലോമാറ്റിക് മിഷൻ, ഗുഡ്സ് സപ്ലൈഡ് വൈൽ പ്രൊവൈഡഡ് സർവീസസ്. ഇത്രയും കേസിലുള്ള ആൾക്കാർക്ക് സർവീസ് ടാക്സിൽ എക്സംഷൻ കിട്ടുന്നുണ്ട്. Abatement or specific exceptions. Abatement is a deduction allowed by the government on the value to consider for service tax. സർവീസ് ടാക്സിലുള്ള ഒരു ഡിഡക്ഷൻ്റെ പേരാണ് അബാറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അത് സ്പെസിഫിക് എക്സംഷൻ എന്നും അറിയപ്പെടാറുണ്ട്. ഇറ്റ് മെയിൻലി ഗിവൻ ഓൺ ദ സർവീസ് വിച്ച് ആർ നോട്ട് ഡയറക്ട്ലി ഐഡൻറ്റിഫൈ ദ വാല്യൂ ഓഫ് സർവീസ് കോസ്റ്റ് ഫ്രം ദ വാല്യൂ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്. അതായത് വാല്യൂ ഓഫ് സർവീസ് കോസ്റ്റ് എന്ന് വാല്യൂ ഓഫ് മെറ്റീരിയൽ തിരിച്ചറിയാൻ കഴിയാത്ത സർവീസസിനാണ് സാധാരണ സ്പെസിഫിക് എക്സംഷൻ കിട്ടാറുള്ളത്. അടുത്തതാണ് അഡ്ജസ്റ്റിംഗ് ക്രെഡിറ്റ്. യു ക്യാൻ അഡ്ജസ്റ്റ് സർവീസ് ടാക്സ് ക്രെഡിറ്റ് ഓൺ പർച്ചേസ് ഓഫ് സർവീസ് ഈസ് കാൾഡ് അഡ്ജസ്റ്റിംഗ് ക്രെഡിറ്റ് അഗെയിൻസ്റ്റ് സർവീസ് ടാക്സ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള സർവീസ് ടാക്സ് നമ്മൾ സർവീസ് സെയിൽ ചെയ്യുമ്പോഴുള്ള ടാക്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തെങ്ങാണ്ട് ആ സംഭവത്തിനാണ് അഡ്ജസ്റ്റിംഗ് ക്രെഡിറ്റ് എന്ന് പറയുക. സർവീസ് ടാക്സ് അഡ്ജസ്റ്റബിൾ അഗെയിൻസ്റ്റ് സർവീസ് ടാക്സ് ക്രെഡിറ്റ്, ആൾസോ കാൾഡ് അവൈലിംഗ് ഇൻപുട്ട് ക്രെഡിറ്റ്. അത് അവൈലിംഗ് ഇൻപുട്ട് ക്രെഡിറ്റ് എന്നും അതിന് വിളിക്കാറുണ്ട്. എനേബിളിംഗ് സർവീസ് ടാക്സ്. Go to Gateway of Tally, press F12, F11 അപ്പോൾ ഫ്യൂച്ചേഴ്സ് വരും. ഫ്യൂച്ചേഴ്സിൽ സ്റ്റാറ്റ്യൂട്ടറി ടാക്സേഷൻ ഓപ്ഷനിൽ പോയിട്ട് എനേബിൾ സർവീസ് ടാക്സ്, എന്നിട്ട് എസ് കൊടുത്താൽ സർവീസ് ടാക്സ് എനേബിൾ ആവും. പിന്നെ ആ ഡിസ്പ്ലേയിൽ വരുന്ന കാര്യങ്ങളാണ്. ഒന്ന് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, അങ്ങനെ അസസി കോഡ്, ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, സർവീസ് കാറ്റഗറി, ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഡിവിഷൻ റേഞ്ച്, കമ്മ്യൂണിക്കേഷൻ റേറ്റ്, അക്സെപ്റ്റ് സർവീസ് ടാക്സ്, ഡീറ്റെയിൽസ് ഓഫ് സ്ക്രീന്, പാൻ, ഇത്രയും കാര്യങ്ങൾ അടിച്ചെടുത്തുകൊണ്ട് സേവ് ടു സ്ക്രീന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് ടാക്സ് എനേബിൾ ആകും. ബേസിക് സർവീസ് ടാക്സ് ട്രാൻസാക്ഷൻ. ബേസിക്കായിട്ടുള്ള സർവീസ് ടാക്സ് ട്രാൻസാക്ഷൻസ് ആണ്. ഒന്ന് പർച്ചേസ് ഓഫ് സർവീസസ്, പേയ്മെൻറ്റ് ടു സർവീസ് പ്രൊവൈഡേഴ്സ്, സെയിൽസ് ഓഫ് സർവീസ് റിസീവ്ഡ് ഫ്രം സർവീസ് റിസീവർ, പേയ്മെൻറ്റ് ഓഫ് സർവീസ് ടാക്സ്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ടുള്ള സർവീസ് ടാക്സിൻ്റെ ട്രാൻസാക്ഷൻസ്.